മോർണിംഗ്. നമുക്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ലെവൽസ് നോക്കാം. 25.77 താഴേക്ക് വരികയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും, 25.127 മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ താഴേക്കുമായിരിക്കും നമ്മൾ ട്രേഡ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആണ്, ഒരുപാട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഒരുപാട് അപ്സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനീഷ്യൽ ട്രേഡ് താഴേക്കായിരിക്കും നോക്കുക. 25.196 ഓപ്പൺ ആവുന്നത്. അതുകൊണ്ട് നമ്മൾ താഴേക്കായിരുന്നു ആദ്യം ട്രേഡ് നോക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 56.792 അപ്സൈഡ് ആണെങ്കിൽ 56.981. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും താഴേക്കായിരിക്കും ട്രേഡ് നോക്കുക. ഇന്ന് ഞാൻ സ്റ്റുഡൻസിൻ്റെ കൂടെയുള്ള ലൈവ് ട്രേഡാണ്, ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഓക്കെ, ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:42. നമ്മൾ മാർക്കറ്റ് ഒരുപാട് മുകളിൽ നിന്ന് ഒരുപാട് താഴേക്ക് വന്നു. ഡൗൺ സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് എക്സാക്ട്ലി താഴേക്ക് ഒരുപാട് ട്രാവൽ ചെയ്തു. പക്ഷെ നമുക്ക് എൻട്രി ഒന്നും തന്നില്ല, സ്ട്രൈറ്റ് ഫാളായിരുന്നു. നല്ല താഴെ നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് ആണെങ്കിലൊക്കെ നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് താഴേക്ക് എൻട്രി നമുക്ക് തരാതെ നേരെ പോയിട്ട് ബാങ്കിലും നിഫ്റ്റിയിലും ഒക്കെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് നോക്കുക. ബാങ്ക് ആയാലും നിഫ്റ്റി ആയാലും മുകളിലേക്കാണ് ട്രേഡ് നോക്കുക. നമുക്ക് താഴേക്ക് എൻട്രി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. നമുക്കൊരു 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിലല്ലേ ട്രേഡ് എടുക്കുള്ളൂ. അപ്പോൾ ചാൻസ് കിട്ടിയില്ല. ഇതെവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. ഓക്കെ, ചാൻസ് വരട്ടെ. മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രേഡ് ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടെ താഴെ വരണം. 56,678, 40 ഒക്കെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എടുക്കും. 56,600 കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഉണ്ടോ, മാർക്കറ്റ് നന്നായിട്ട് ഫോളോ ചെയ്തു. ബാങ്കായാലും നിഫ്റ്റി ആയാലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചാൻസ് തന്നില്ല താഴേക്ക്. ഫ്രീ ഫാൾ ആയിരുന്നു. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. അപ്സൈഡിലേക്ക് നോക്കാം. താഴേക്ക് വരട്ടെ. നമ്മുടെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അതുവരെ വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം. വരുന്നുണ്ട്. 686 58 ആയിട്ടുണ്ട്. 678 റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കും. പ്രീമിയം നമ്മൾ റെഡിയാക്കി വെക്കാം. ഓക്കെ, 60 ഇല്ല, എത്തിയിട്ടില്ല. വെയിറ്റിംഗ്. നിഫ്റ്റിയിൽ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ കുറച്ചും കൂടി താഴെയാണ്. ഓക്കെ, ബാങ്ക് ടാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. 857 ആ സമയത്ത് നമുക്ക് എത്രക്കാണ് കിട്ടിയത്? നമുക്ക് എൻട്രി കിട്ടിയത് 861 കേട്ടോ. 57 നമുക്ക് കിട്ടിയിട്ടില്ല. സ്പൈക്കിൽ നമുക്ക് മുകളിൽ നിന്നാണ് കിട്ടിയത്. 861 ചെറിയ പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമ്മൾ. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് അനുസരിച്ച് നമ്മൾ ട്രേഡ് നോക്കിയതാണ്. അതിൽ രാവിലെ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നു എൻട്രി തരാതെ. പിന്നീട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ മുകളിലേക്കാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയതിനു ശേഷം ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലെ ലോ എടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിലെ ലോ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫാള് ചെയ്തപ്പോൾ ആളുകൾ പ്രതീക്ഷ ഉണ്ടാവും 5 മിനിറ്റിൻ്റെ ലോ എടുക്കുമ്പോൾ വീണ്ടും താഴേക്ക് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് എടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അവരുടെയൊക്കെ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. നിഫ്റ്റിയിലാണെങ്കിൽ ട്രേഡ് വന്നിട്ടില്ല കേട്ടോ. നിഫ്റ്റി ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടില്ല. ബാങ്കിൽ തന്നെ ട്രേഡ് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിഫ്റ്റിയിൽ ആ ട്രേഡ് എടുക്കാൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ നമ്മുടെ SL അടിക്കാൻ ചാൻസ് ഉണ്ട്, അറിയാൻ പറ്റില്ല. ഏതായാലും നോക്കാം. ഒരു സിങ് ഹൈ ഇത്രയും ഒരു ടാർഗറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ആ സിങ് ഹൈ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യും. അതാണ് അഥവാ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ്. കാരണം അത് സിങ് ഹൈ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഡൗൺ സൈഡ് ഒരു ലിക്വിഡിറ്റി ആയി മാറും. അപ്പോൾ പിന്നെ നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എൻട്രി എടുത്തതിന് ശേഷം പുതിയ ലിക്വിഡിറ്റികൾ ഉണ്ടാകുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സമയം 9:51 ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സിങ് ഹൈ എടുക്കുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് റീ എൻട്രി ചെയ്യാം. അതായിരിക്കും ബെറ്റർ. 3000 കായൻ്റെ പ്രോഫിറ്റ്. ഒരു സിങ് ഹൈ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് വരുന്നത് അതിൽ എക്സിറ്റ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. നോക്കാം. എന്നിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം.
മാർക്കറ്റ് നിയറസ്റ്റ് ആണ്, തൊട്ടടുത്താണ് നമ്മുടെ. ഓക്കെ, നമുക്ക് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്ക് എക്സിറ്റ് ചെയ്ത് നമുക്ക് 5457 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എൻട്രി അവിടെ കാണാം. 861-ന് 897-നാണ് എക്സിറ്റ്. ഓൾമോസ്റ്റ് 40 പോയിൻറ്റിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളൂ 5400 റേഞ്ചിൽ. അതെന്താ വെച്ചാൽ നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടുമില്ല. ബാങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം. ആ ഒരു ലോ ലെവൽ ഉണ്ടല്ലോ, ആ ലോ ലെവലിലേക്ക് തന്നെ വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. 56,652 വരികയാണെങ്കിൽ ട്രേഡ് വീണ്ടും നോക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മൾ എക്സിറ്റ് ചെയ്ത് കറക്റ്റ് സ്പോട്ടിലാണ്. അതിന് ശേഷം പ്രീമിയം അങ്ങോട്ട് ഇറങ്ങിയില്ലേ, 50 പോയിൻ്റൊക്കെ ഇറങ്ങി. ഓക്കെ, ഏതായാലും ഇനി അടുത്ത ചാൻസ് വരുമ്പോൾ ഞാൻ പറയാം. സമയം 9:59 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ട്രേഡിൽ ഇറങ്ങിയത് നന്നായി, കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്ത് അതിന് ശേഷം പ്രീമിയം ഇതേപോലെ താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ 56,652 എന്നുള്ള ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് ഒരു ട്രേഡ് നോക്കാം. ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ഒക്കെ ഈ ഒരു ഏരിയയിലാണ്. പക്ഷേ നമ്മൾ ഒരു കുറച്ചുകൂടി കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാം. നോക്കാം. ക്യാൻഡിൽ ടാപ്പ് എൻട്രി ഒക്കെ വന്നിട്ടുണ്ട്. പ്രീമിയം താഴേക്ക് വന്നിട്ടുമില്ല. ഇതേപോലെ ഇന്നത്തെ ഡേ ഹൈയോ അല്ലെങ്കിൽ അടുത്തൊരു സ്വിംഗ് ഹൈ ഒക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാം ക്യാൻഡിൽ ടാപ്പ് എൻട്രിയിൽ. അടുത്തൊരു സ്വിംഗ് ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് താഴേക്ക് പോയാൽ പിന്നെ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം 1 മിനിറ്റിലൊരു പ്രൈസ് ആക്ഷൻ കിട്ടിയിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. അഗ്രസീവായിട്ടുള്ള ഈ ട്രേഡ് ഞാൻ ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്യാം, അവസരം വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണ് നേരത്തെ ക്യാൻഡിൽ ടാപ്പ് എൻട്രി അത്യാവശ്യം മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എൻട്രി ഞാനത് കൺഫർമേഷൻ കിട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബാങ്കിൽ ആ എൻട്രി തന്നില്ല, ഡയറക്റ്റ് മുകളിലേക്ക് പോയി. പക്ഷേ ഡേ ഹൈ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 25,150 കോൾ ഓപ്ഷൻ നമുക്ക് റെഡിയാക്കി വെക്കാം. എൻട്രി വരുമ്പോൾ നമ്മളെടുക്കും. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ് ഈ ട്രേഡ്, രണ്ടാമത്തെ ട്രേഡാണ്. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ട്രേഡാണ്. ഇതിൽ SL ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും ഇനി ഈ ട്രേഡ് ഉണ്ടാവില്ല. ഓക്കെ, നോക്കാം. കാരണം മാർക്കറ്റ് ഇന്ന് ഭയങ്കരമായിട്ടുള്ള വലിയൊരു ക്യാൻഡിൽ രാവിലെ തന്നെ. അപ്പോൾ വലിയ ക്യാൻഡിൽ കിട്ടുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി നല്ലൊരു മൊമെൻറ്റം തന്നുകൊണ്ട് തന്നെ ഈ ലോവർ ടൈം ഫ്രെയിമിലൊന്നും ലിക്വിഡിറ്റി ഉണ്ടാവില്ല അങ്ങനത്തെ ദിവസങ്ങൾ, വലിയ ക്യാൻഡിൽ. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്കൊരു എൻട്രി എടുക്കാം. എത്രക്ക് നമുക്ക് എൻട്രി കിട്ടിയത്? 97-നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. 97.50-നാണ് എൻട്രി കിട്ടിയത്. മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രീമിയത്തിൽ അങ്ങനെ ഒരു ഇതൊന്നും കാണുന്നില്ല. മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഒക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാം. 58 പോയിൻ്റ് ഉണ്ട്. ഇനി അതല്ല താഴേക്ക് വരികയാണെങ്കിൽ SL ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, രാവിലെ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് പിന്നീട് ഈ ലോവർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിലൊന്നും ലിക്വിഡിറ്റി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് SL ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും ഇനി വേറെ ട്രേഡിൽ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. ഏതായാലും ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ അധികം താഴേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് അധികം താഴേക്കൊന്നും പോകുന്നില്ല സ്പോട്ടിൽ. പക്ഷേ നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഡേഴ്സും കൂടെ കാണാം. നമുക്ക് ഓവറോൾ ഇന്ന് 2 ട്രേഡാണ്. ഒരു SL-ഉം ഒരു ടാർജറ്റിൻ്റെ ചെറിയൊരു ടാർജറ്റ്. 97-ന് എൻട്രി, 91-ന് 6.5 6.5 പോയിൻറ്റ്സ് ഉണ്ട് SL. അതാണ് അവിടെ 3,400 ലോസ് വന്നത്. ഇപ്പോൾ സ്പൈക്കിൽ നമുക്ക് പ്രീമിയം കുറച്ചധികം വരുന്നുണ്ട് SL അല്ലേ. ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നാളത്തെ അവസരം നോക്കാം. നാളെ നല്ല ചാൻസ് വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. സമയം 10:33 ആയിട്ടുള്ളൂ.
ഇനിയും ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഉണ്ട് ലിക്വിഡിറ്റി ഏരിയ. 56,648 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കൊക്കെ നോക്കാം ട്രേഡ്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആണത്. പക്ഷേ അത് ഇന്നത്തെ ഡേ ലോൻ്റെ തൊട്ടടുത്തുമാണ്. കുഴപ്പമില്ല, ഏരിയയിൽ നിന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ ഏതായാലും ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ദിവസം നാളെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.